ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 80,000-ലധികം തീർത്ഥാടകർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഇന്നലത്തെ കണക്കുകൾ, തീർത്ഥാടകരുടെ കണക്കുകൾ, വിശദാംശങ്ങൾ ഏത് തരത്തിലാണ്? ഇന്ന് രാവിലെയുള്ള തിരക്ക് എങ്ങനെയുണ്ട് പ്രതീഷ്? റിജിത്ത്, ശബരിമലയിൽ രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഏകദേശം ഇതുവരെ 25,000-ലധികം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെയും സമാനമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. 80,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ഈ കണക്കാണ് 80,000-ന് മുകളിൽ. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ശബരിമലയിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നുവെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ആ തിരക്ക് കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ശബരിമലയിൽ എത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രതിദിനം 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും 12,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം ശബരിമലയിൽ എത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നുണ്ട്. ഈ പമ്പയിലും ഒപ്പം എരുമേലിയിലും സത്രം വഴിയുമാണ് സ്പോട്ട് ബുക്കിംഗ് നടത്തി തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രമീകരണം, അല്ലെങ്കിൽ ആ ഒരു സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതൽ തീർത്ഥാടകർ ഇപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തുന്നത്. ഒപ്പം ഇതിനു പുറമെ വെർച്വൽ ക്യൂ 70,000 ഉണ്ട്. ഈ വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ദേവസ്വം ബോർഡും പോലീസും മുന്നിൽ കാണുന്നത്. ഈ 12ാം വിളക്ക് ശബരിമലയിൽ നടക്കാനിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ വരും ദിവസങ്ങളിൽ എത്തും. പക്ഷേ വലിയ എണ്ണം തീർത്ഥാടകർ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുമ്പോഴും വലിയ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഭക്തർക്ക് നിലവിലുള്ളത്. കാരണം 18ാം പടി വഴി വളരെ പെട്ടെന്ന് തന്നെ ഭക്തരെ കയറ്റിവിടാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മണിക്കൂറുകൾ, അല്ലെങ്കിൽ നടപ്പന്തൽ ഉൾപ്പെടെ ഈ മരക്കൂട്ടത്തിന് ഭാഗത്തുൾപ്പെടെ വലിയ ക്യൂ നീളുന്ന ഒരു കഴിഞ്ഞ സീസണിന് സമാനമായ സാഹചര്യം നിലവിൽ ശബരിമലയിലല്ല. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് നിലവിൽ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ നട തുറന്ന് ഈ ഒരു സമയം ഏകദേശം 10 മണിയോട് കൂടി വരെ ആയിരിക്കും ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഈ തിരക്കിൽ കുറവുണ്ടാകും. 1 മണിക്കാണ് ശബരിമല നടയടയ്ക്കുന്നത്. പിന്നീട് വൈകിട്ട് 3 മണിക്ക് സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.